അല്ല, സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഈ BJP-യും CPM എന്ന് പറഞ്ഞാൽ ഇപ്പോലെ ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെയാണ്. അല്ലെങ്കിൽ എന്ത് ഐക്യമാണ് അവർക്ക് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പൊ തൃശ്ശൂർ പൂരം പോലെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു പൂരം, അത് പോലീസ് മനഃപൂർവ്വം കലക്കി എന്നുള്ളതിന്റെ അന്വേഷണം നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വിഷയത്തിൽ ചർച്ചയ്ക്കില്ല എന്ന് CPM പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർ തീർത്തും പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അതിൽ BJP ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ സത്യത്തിൽ ഇതിന്റെ കുറ്റക്കാർ ആരാണ് എന്നുള്ളത് വളരെ കൃത്യമായി കേരള പൊതുസമൂഹം ഇപ്പൊ തിരിച്ചറിയല്ലേ. ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടമല്ലേ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? ആ കൂട്ടുകച്ചവടമല്ലേ കേരളം കാണുന്നത്? ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി 21-ാം തീയതി നടത്തിയ ആ പ്രസ്താവന ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞ? ഇതിനെപ്പറ്റി ഇപ്പോൾ തന്നെ അന്വേഷണം നടക്കും, ആ അന്വേഷണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. 5 മാസം കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ അറിയുന്ന ഒരു അന്വേഷണവുമില്ല, ഒരു റിപ്പോർട്ടുമില്ല. എന്തിനേറെ പറയുന്നു, സത്യത്തിൽ ഇതിന്റെ ഇരയാരാണ്? ഇര എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ ഘടകകക്ഷിയായ CPIയുടെ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ അല്ലേ ഇതിന്റെ ഇര? കാരണം അദ്ദേഹം എന്ന് പറഞ്ഞെന്താ, അദ്ദേഹം കഴിഞ്ഞ LDF യോഗത്തിലും ആവശ്യപ്പെട്ടത്, ഇവരുടെ പാർട്ടി ആവശ്യപ്പെട്ടത് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ VS സുനിൽകുമാർ പോലും അറിഞ്ഞിട്ടില്ല, അവിടെ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി സ്വന്തം മക്കളുടെ അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാരുടെ അഴിമതി മറച്ചുവെക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും LDF-നെയും സർക്കാരിനെയും RSS-ന് ഒറ്റിക്കൊടുത്ത ഒരു അഭിനവ യൂദാസാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. എന്താ അതിനകത്ത് സംശയം? ഇപ്പോൾ എന്നിട്ട് പറയുകയാണ് അന്വേഷണം നടക്കുന്നില്ല. ഇപ്പൊ ADGP-ക്കെതിരെ എന്തൊരു അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇനി 1 മാസം കഴിയുമ്പോൾ നമ്മളൊരു വിവരാവകാശം വെച്ച് നോക്കണം, ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് BJP-യും CPM-ഉം അവർ ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്നുള്ളത് ഇന്ന് ഈ ചർച്ച കാണുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുഴുവൻ വെളിവായിട്ട് വന്നിരിക്കുക. അന്വേഷണം നടത്തിയാൽ ആദ്യം കുടുങ്ങാൻ പോകുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം എന്താ? മുഖ്യമന്ത്രിയുടെ ഓർഡർ ഇല്ലാതെ ഒരു ADGP തന്നക്കും താനെ ആ പൂരം കറക്കാനുള്ള ഒരു പ്രവൃത്തി അവിടെ ചെയ്യും എന്നൊരു നിഷ്കളങ്കരെ നമ്മളാരെങ്കിലും ചിന്തിച്ചോ എന്ന് ചോദിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് RSS മേധാവികളുമായി നടത്തിയ ചർച്ചയുടെ പിന്നാമ്പറത്ത് നടന്ന എക്സിക്യൂഷനാണ് തൃശൂർ പൂരത്തിൽ നടന്നത് എന്നുള്ളത് കോൺഗ്രസ് ആണോ പറഞ്ഞത്? കോൺഗ്രസ് മാത്രമാണോ പറഞ്ഞത്? അല്ല, ഇടതുപക്ഷത്തിന്റെ തൃശൂരിലെ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ MLA ആയ PV അൻവർ പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ MLA ആയ KT ജലീൽ പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷിയായ വർഗീസ് ജോർജ് പറഞ്ഞു. പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ്. RSS-ന് വേണ്ടി ഗവൺമെന്റ് ഒറ്റിക്കൊടുത്ത് പോലീസ് കലക്കിയതാണ്. ഇത് ഇടതുപക്ഷമാണ് പറയുന്നത്. ആ ഇടതുപക്ഷം പറഞ്ഞ ഒരു വിഷയത്തിൽ അന്വേഷണം പോലും ആ ഇടതുപക്ഷക്കാരെ പറ്റിച്ച് നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി RSS-ന് പൂർണ്ണമായി വഴങ്ങി എന്നുള്ളത് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. അല്ല, വളരെ കൃത്യമാണ്. ഈ അന്വേഷണത്തിൽ തുടക്കത്തിലെ പ്രൈമ ഫേസിലുള്ള മൊഴികളെല്ലാം എടുത്തു. ആ മൊഴികളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ വളരെ കൃത്യമായി ADGP-യുടെ തലയിലേക്കാണ് എത്തിച്ചേരുന്നത്. അത് തൃശൂർ കമ്മീഷണർ വഴി ആ കമ്മീഷണറുടെ മുകളിൽ ADGP-യുടെ മുകളിൽ വരുന്നത് ആരാണ്? P ശശിയാണ്. P ശശിയുടെ മുകളിൽ വരുന്നത് ആരാണ്? പിണറായി വിജയനാണ്. അന്വേഷണത്തിന്റെ ഡയറക്ഷൻ വളരെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത് എന്നറിഞ്ഞപ്പോഴാണ് അന്വേഷണത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. അല്ലാതെ അന്വേഷണം ഒരു നാൾ ചുമ്മാ ഓണമായതുകൊണ്ട് ഒരു 10 ദിവസം അവധി കൊടുത്തേക്കാം എന്ന് സ്കൂൾ പിള്ളേർക്ക് കൊടുക്കുന്നത് പോലെ 10 ദിവസം ഓണാവധി കൊടുത്ത് നിർത്തിയതല്ല. മറിച്ച് ഈ അന്വേഷണം വളരെ കൃത്യമായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയിലേക്ക് ചേരുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. വളരെ കൃത്യമാണ്. ഇതിനകത്ത് BJP-യുമായിട്ടുള്ള പരസ്യ ബാന്ധവമാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മൾ കുറെയൊന്നും പഴകിയതായി പോയിട്ടില്ല നമ്മുടെ ഓർമ്മകൾ. ഇവിടെ സ്വർണ്ണ കള്ളക്കടത്ത് കേസ്, ഡോളർ കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ അഴിമതി, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട അഴിമതി കേസ്, SFIO അന്വേഷണം, ഇപ്പോൾ വന്ന പുതിയ ആരോപണങ്ങൾ, ഇത്രയും ആരോപണ വിധേയമായ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അടുക്കലേക്ക് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതേവരെ എത്തിച്ചേർന്നിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? BJP-ക്കും പരാതിയില്ല. കഴിഞ്ഞ 6 കൊല്ലമായി
തുടക്കം കുറിച്ച സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വീടിന്റെ അടുക്കിലേക്ക്, വീടിന്റെ പടിക്കലേക്ക് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തിച്ചേരാത്തതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ബാന്ധവമാണ്. അതും മാത്രമല്ല, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒന്ന് ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് 3 പ്രാവശ്യമാണ് കേരള മുഖ്യമന്ത്രിയുടെ വീട്ടുകാരെ കുറിച്ച് പുലഭ്യം പറഞ്ഞിട്ട് പോയത്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി വാ തുറന്ന് നാവെടുത്ത് ഒരൊറ്റ വാക്കുകൊണ്ടെങ്കിലും ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല എന്നത് മാത്രമല്ല, ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ ഇന്ത്യ രാജ്യത്തെ BJP ഇതര എല്ലാ നേതാക്കന്മാരും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവരുടെ പാർട്ടി മത്സരിക്കുന്നിടത്ത് പ്രചരണം നടത്താൻ പോയി. പക്ഷേ കേരള മുഖ്യമന്ത്രി മാത്രമാണ് ഇവിടെ പ്രചരണം കഴിഞ്ഞതിന്റെ പിറ്റേന്നാൾ ഇന്തോനേഷ്യക്ക് ടൂർ പോയി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും RSSനും BJPക്കുമെതിരെ നാവെടുത്ത് ഒരു ക്യാമ്പയിൻ പോലും നടത്താത്ത ഒരേ ഒരു BJP ഇതര നേതാവ് എന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയനാണ്. അതും മാത്രമല്ല, BJPയുടെ ഘടകകക്ഷിയായ ജനതാദൾ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്ത് മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ അത് കേരള മന്ത്രിസഭയിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിലാണ്. എന്നിട്ടും ഇവർക്ക് മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. RSSന്റെ മേധാവിയുമായി ഇവിടെ പരസ്യമായി 1 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയൊരു ADGP ഉണ്ടെങ്കിൽ അത് കേരള ADGP ആണ്. അതിന്റെ തുടർ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ കേരള ADGPയും റാം മാധവുമായിട്ടാണ്. ഇത്രയും ചർച്ച നടന്നിട്ടും ആ ADGP ആ സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ അത് സാക്ഷാൽ സഖാവ് പിണറായി വിജയന്റെ ADGP ആണ് എന്ന് പറയുമ്പോ ഇവിടെ BJPയും RSSുമായി പിണറായി വിജയൻ സ്വന്തം മക്കളുടെ അഴിമതി കഥകൾ മൂടി വെക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ബാന്ധവം, ആ ബാന്ധവത്തിന്റെ ഒരു എപ്പിസോഡ് തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ആ എപ്പിസോഡിലെ ഒരു കഥ മാത്രമാണ് തൃശൂർ പൂരം കലക്കിയത്. ആ പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ്. അത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് കലക്കിയതാണ്. ഓക്കെ, പ്രിയപ്പെട്ട ഈ BJPയുടെയും CPMന്റെയും നേതാക്കന്മാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് സഹയാത്രികരാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ CPMന്റെ ഒരു നേതാവ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള പ്രതിരോധ ശേഷി അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർ വരാത്തത്. അതുകൊണ്ട് തന്നെ ശ്രീ ജയരാജ് ഇവിടെ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ പ്രതിരോധം അദ്ദേഹം തീർക്കുന്നുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞത് ബൂമറാങ് ആണെങ്കിൽ പോലും പല രീതിയിൽ പറയുന്നുണ്ട്. എന്തിനാണ് ഇത് പറയാൻ BJPക്കാർക്ക് ഭയം എന്നുള്ളത് ഇതേവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത്, അദ്ദേഹം വളരെ ടാക്ടിക്കലായി പറഞ്ഞത് ഇത് BJPയുടെ ഒരു പുതിയ ഐഡിയയുടെ ഭാഗമായിട്ടാണ് എന്നൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഈ ഐഡിയ ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ അതിൽ കൂട്ടിച്ചേർക്കുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ശ്രീ ജയരാജ് പറഞ്ഞതിനുള്ള മറുപടി പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇത് ചില തൽപര കക്ഷികളായ പോലീസുകാർ ചേർന്ന് ഒരുക്കിയ പ്രശ്നങ്ങളാണ്. ഇതിനുള്ളിൽ RSS ഫാക്ഷൻ ഉണ്ട്. ഇത് തന്നെയാണ് ഞങ്ങളുടെ ആരോപണവും. ഈ ഫാക്ഷൻ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞതാരാ? ആനി രാജയാണ് പറഞ്ഞത് പോലീസിനുള്ളിൽ RSS ഫാക്ഷൻ ഉണ്ട് എന്ന്. രണ്ടാമത് പറഞ്ഞതാരാ? PV അൻവറാണ് പറഞ്ഞത് പോലീസിനുള്ളിൽ RSS ഫാക്ഷൻ ഉണ്ട് എന്ന്. ആ ഫാക്ഷന്റെ നേതാവ് ADGP അജിത് കുമാർ ആണ് എന്നുകൂടി ഒരു ഇടതുപക്ഷത്തിന്റെ MLAയും CPIയും പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സാർ ഈ CPM ഇതേവരെ അതിനകത്ത് മറുപടി പറയാത്തത്? എന്താ? ഇനി ആ ADGP RSS ഫാക്ഷന്റെ ആളാണ് എന്നുണ്ടെങ്കിൽ അയാളെ പുറത്താക്കണം. ഇനി അതല്ല, PV അൻവറും CPIയും പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് തെറ്റാണെന്ന് പറയണം. അപ്പൊ അവർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാത്തിടത്തോളം കാലം RSS ഫാക്ഷൻ ഉണ്ട് എന്നുള്ളതും RSS ഫാക്ഷന്റെ തലവൻ എന്ന് പറയുന്നത് ADGP അജിത് കുമാർ ആണ് എന്നുള്ളതും ആ ADGP അജിത് കുമാർ RSSുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഒത്താശക്കാരനാണ് എന്നുള്ളതിലും വേറെ ഒരു തർക്കത്തിൽ ഇവിടെ ഒരു പോയിന്റ് ഇല്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ തൃശൂർ പൂരം കലങ്ങിയതല്ല കലക്കിയതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കമില്ല. ആ തർക്കം CPMനുമില്ല, ആ തർക്കം BJPക്കുമില്ല. അത് കലക്കിയത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു തർക്കമാണ് ഇവിടെ ഇപ്പൊ ഇവർ പോലും ഉന്നയിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കലക്കിയത് ആരാണ് എന്നുള്ളതിൽ ഒരു അന്വേഷണം നടക്കണ്ടേ? ആ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് വിവരാവകാശമായി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കലക്കിയ ഒരു വിഷയത്തിൽ അന്വേഷണം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇടതുപക്ഷക്കാരന് ഇവിടെ പ്രതികരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് BJPയുടെ ഔദ്യോഗിക വക്താവിന് ഇവിടെ പ്രതികരിക്കാൻ പറ്റാത്തത് എന്ന് പറയുമ്പോൾ ആ കലക്കിയതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഒരു വശത്ത് മുഖ്യമന്ത്രിയും മറുവശത്ത് BJPയുമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. പിന്നെ ഇവിടെ BJPയുടെ വക്താവ് പറഞ്ഞു, ഇവിടെ ശ്രീ ഷാബു പ്രസാദ് BJPയുടെ സഹയാത്രികൻ പറഞ്ഞു, ഇവിടെ കോൺഗ്രസിനും CPMും തമ്മിൽ അടിച്ചു തീർക്കട്ടെ, കോൺഗ്രസിന് മാത്രമാണ് ഇതിൽ പ്രശ്നം. അതെ, കോൺഗ്രസിന് ഇവിടെ പ്രശ്നമുണ്ട് സാർ. ഇവിടെ തൃശൂർ പൂരം എന്നുള്ളതല്ല, കേരളത്തിൽ ഏതും മതപരമായ ഉത്സവങ്ങൾ തകർക്കപ്പെടുമ്പോ,
കേരളത്തിലെ മതമൈത്രി തകർക്കപ്പെടുമ്പോ അത് ആത്യന്തികമായി അഫക്റ്റ് ചെയ്യപ്പെടുന്നത് കോൺഗ്രസിനെ എന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൺസേൺഡ് ആണ്. അതിന്റെ ഗുണഭോക്താക്കൾ ആരാണെങ്കിലും ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ലെവലേശം പിന്നോട്ടില്ല. വർഗീയമായി ഈ നാടിനെ വേർതിരിക്കാൻ അത് ആരാണെങ്കിലും, അത് RSS ആണെങ്കിലും, അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മക്കൾക്ക് വേണ്ടി CPM ഈ സർക്കാരാണെങ്കിലും കോൺഗ്രസ് അതിനകത്ത് ഇറങ്ങി നിൽക്കും. അത് ഞങ്ങളുടെ പ്രശ്നമാണ്. അതിൽ ഞങ്ങളാണ് ഡയറക്റ്റ് അഫക്റ്റഡ് പാർട്ടീസ്. ഈ നാട്ടിൽ വർഗീയത വന്നാൽ തകരാൻ പോകുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഏതു വിധേനയും അതിനെ ചെറുക്കാൻ ഞങ്ങൾ മുമ്പിലുണ്ടാവും. അതിന് BJPക്ക് യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട എന്ന് ഇവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക. പിന്നെ ഇവിടെ CPMന്റെ സഹയാത്രികനോട് ഒരു മറുപടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ കോൺഗ്രസിന്റെ ഏതോ തൽപര കക്ഷികൾ പറഞ്ഞു വരുത്തുന്നതാണ്. എങ്കിൽ സാർ, നിങ്ങൾ ആ VS സുനിൽകുമാറിനെ ഒന്നിത് പറഞ്ഞു മനസ്സിലാക്കാത്തതിന്റെ കാരണം എന്താ? നിങ്ങൾ PV അൻവറിനെ ഇത് പറഞ്ഞു മനസ്സിലാക്കാത്തതിന്റെ കാരണം എന്താ? നിങ്ങൾ KT ജലീലിനെ ഇത് പറഞ്ഞു മനസ്സിലാക്കാത്തതിന്റെ കാരണം എന്താ? VS സുനിൽകുമാർ ഇന്നൊരു ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ADGP അജിത് കുമാർ ആണോ ഇത് അട്ടിമറിച്ചത്, ഈ അന്വേഷണം അട്ടിമറിച്ചത്? VS സുനിൽകുമാർ വളരെ കൃത്യമായി പറഞ്ഞ ഒരു ഉത്തരവുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് ADGP അജിത് കുമാറിലല്ല ഈ പ്രശ്നം, ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം വേണമെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായി മുഖ്യമന്ത്രിയിലേക്കാണ് അദ്ദേഹം പോയിന്റ് ചെയ്ത്. അതിന്റെ കൂടെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഏത് അമ്മയെ കെട്ടിയ അച്ഛനാണെങ്കിലും ഞാൻ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറയാനുള്ള അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹമാണ് ഇര. ആ ഇരയെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. ആ VS സുനിൽകുമാർ, നിങ്ങളുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന VS സുനിൽകുമാർ, ഒരന്വേഷണം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വിവരാവകാശ രേഖയെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ആർക്ക് വിശ്വാസമുണ്ടെന്നാണ് ഈ പറയുന്നത്? ഇടതുപക്ഷക്കാരനായ MLA, നിങ്ങളുടെ മുൻ മന്ത്രി, CPIയുടെ നേതാവ്, നിങ്ങളുടെ കൂടെ LDF യോഗത്തിൽ ഇരിക്കുന്ന ഒരു നേതാവിന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ആർക്ക് വിശ്വാസം ഉണ്ടാകണം എന്നാണ് നിങ്ങൾ ശഠിക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ ഇവരിവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ കാര്യം പറഞ്ഞു. ശരി, കോൺഗ്രസ് പറഞ്ഞത് പോട്ടെ. ഇനി കോൺഗ്രസ് പറഞ്ഞത് വാദത്തിന് വേണ്ടി നിങ്ങൾ കോൺഗ്രസ് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ PV അൻവർ പറഞ്ഞതിന് നിങ്ങൾക്ക് എന്താണ് മറുപടി? KT ജലീൽ പറഞ്ഞതിന് നിങ്ങൾക്ക് എന്താണ് മറുപടി? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നുണ്ടെന്ന്, സ്വർണം പൊട്ടിക്കൽ നടക്കുന്നുണ്ടെന്ന്, കൊലപാതകം നടക്കുന്നുണ്ടെന്ന്, അധോലോക സംഘമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇടതുപക്ഷത്തിന്റെ MLA-മാരാ പറയുന്നേ, കോൺഗ്രസ് മാത്രമല്ല പറയുന്നേ. എന്നിട്ട് ഒരു മറുപടിയും ഇല്ലാതെ കേരളത്തിലെ ചാനൽ മുറികളിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് വക്താക്കന്മാരെ വിടാതെ ആ വക്താക്കന്മാർക്ക് മറുപടി പറയാൻ CPM-നെ അറിഞ്ഞുകൊണ്ട് പോലും ഒന്ന് നോവിക്കരുതേ എന്നോർത്ത് BJPയുടെ കാര്യാലയത്തിൽ നിന്ന് വക്താക്കന്മാരെ വിടാതെ ഇവർ ഇവിടെ നടത്തുന്ന കൂട്ടുകൃഷി ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ? ഒന്നാമത്തെ കാര്യം, ഈ മുഖ്യമന്ത്രി നാളെ മറുപടി പറയുമെന്നൊക്കെ പറഞ്ഞ് BGM ഇട്ടെന്ന് കുറെ ഇടതുപക്ഷക്കാർ ഇറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നാളെ എന്താണ് മറുപടി പറയാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം വേരട്ടലും വിലപേശലും വേണ്ട എന്നുള്ള 2 മാസ ഡയലോഗ് ഏതെങ്കിലും PR കമ്പനി എഴുതി കൊടുക്കുന്നത് വളരെ കൃത്യമായി വള്ളി പുള്ളി തെറ്റാതെ അവിടെ നിന്ന് പറയുമെന്നല്ലാതെ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ആയി വന്നിരിക്കുന്ന സഹയാത്രികൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ ശ്രീ VD സതീശനെ കുറിച്ച് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രീ VD സതീശൻ ഏതോ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഭാരതീയ വിചാര കേന്ദ്രം നടത്തിയ ഒരു പരിപാടിയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ശ്രീ VD സതീശൻ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇടതുപക്ഷ ഹാൻഡിലുകൾ മുഴുവനായി ഇവിടെ വലിയ പ്രചാരണം നടത്തി അദ്ദേഹം RSSകാരനാണ് എന്ന് പറയുന്നത്. ഇപ്പോ അദ്ദേഹം പങ്കെടുത്ത അതേ പുസ്തകം 2013 മാർച്ച് മാസം 13-ാം തീയതി അദ്ദേഹം പങ്കെടുക്കുന്നതിന് ഒരു മാസം മുൻപ് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് ഇതേ ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങ് അന്ന് ഉദ്ഘാടനം ചെയ്തത് സഖാവ് VS അച്യുതാനന്ദനാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ആ ചിത്രം സഖാവ് VS അച്യുതാനന്ദൻ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രസംഗത്തിന്റെ ഫോട്ടോയാണ് ഞാൻ ഇപ്പോൾ ഈ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ സഖാവ് VS ഒരു RSSകാരനായിരുന്നോ എന്നുള്ളത് മാത്രമേ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞാൽ മതി. ഇനി രണ്ടാമത്, ഇവർ കുറെ നേരമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണമാണ്
ഇവിടെ വി ഡി സതീശൻ ഗണേശോത്സവത്തിൽ പങ്കെടുത്തു. ഗണേശോത്സവം എന്ന് പറയുന്നത് RSS സംഘടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ RSSകാരനാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ഗണേശോത്സവത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രസംഗിക്കുന്ന ചിത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ ഒരു സംഖ്യയാണോ എന്നത് മാത്രമേ ഇടതുപക്ഷക്കാരൻ മറുപടി പറഞ്ഞാൽ മതി. അതാണ് ശ്രീ വി ഡി സതീശനെതിരെ പറഞ്ഞ ആരോപണങ്ങളുടെ കാര്യം. പിന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ വി ഡി സതീശൻ അപഹാസ്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ശ്രീ മുഹമ്മദ് റിയാസ് ആദ്യം പറയേണ്ടത് VS സുനിൽകുമാർ പറഞ്ഞത് അപഹാസ്യമാണ് എന്ന് പറയണം, PV അൻവർ പറഞ്ഞത് അപഹാസ്യമാണ് എന്ന് പറയണം, KT ജലീൽ പറഞ്ഞത് അപഹാസ്യമാണ് എന്ന് പറയണം, വർഗീസ് ജോർജ് പറഞ്ഞത് അപഹാസ്യമാണ് എന്ന് പറയണം. ഇവർ 4 പേരും പറഞ്ഞത് തന്നെയാണ് സാർ വി ഡി സതീശനും പറഞ്ഞത്. അപ്പോൾ അവർ അപഹാസ്യരാകുന്നതാണോ വി ഡി സതീശൻ അപഹാസ്യരാകണമാണോ എന്നാണോ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം വി ഡി സതീശനെ ചാരി സ്വന്തം ഘടകകക്ഷി നേതാക്കന്മാർക്കിട്ട് അടിച്ച അടിയാണ് കണ്ടത്. അതൊന്നും ഇങ്ങോട്ട് വേണ്ട. കാരണം ശ്രീ മുഹമ്മദ് റിയാസിന് VS സുനിൽകുമാറിനെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ അത് നേരെ വിമർശിച്ചാൽ മതി. ഞങ്ങളെ അതിനകത്ത് ഭാഗമാക്കും.